നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ച പാർട്ടി സഖാക്കൾക്ക് സ്മാരകം പണിത് രക്തസാക്ഷിയാക്കുന്നതിലൂടെ CPM കേരള സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ബോംബ് നിർമ്മാണം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണോ? 2015 കണ്ണൂർ പാനൂരിനടുത്ത് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച സുബീഷ്, ഷൈജു എന്നിവർക്കാണ് പിരിവെടുത്ത് സ്മാരകം നിർമ്മിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സഖാക്കൾ മരിച്ചപ്പോൾ പാർട്ടിക്ക് സ്ഫോടനവുമായി ബന്ധമില്ലെന്നായിരുന്നു അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എതിരാളികളുടെ കള്ളപ്രചാരണമെന്ന് പറഞ്ഞു തുടങ്ങിയിടത്തു നിന്നാണ് കാലക്രമേണ രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ഇവർ എത്തിയത്. ആദ്യം തള്ളിപ്പറയുകയും പിന്നീട് നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഈ വഞ്ചന തുടർന്നാൽ അടുത്തിടെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാൾക്കും സ്മാരകം ഉയരുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന കേരളം നോക്കി നിൽക്കേണ്ടി വരില്ലേ? ഈ സംശയം ഉയരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ബോംബുണ്ടാക്കൽ പാർട്ടി പ്രവർത്തനമോ? പ്രൈം ഡിബേറ്റിൽ DYFI സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജ്, കോൺഗ്രസ് പ്രതിനിധി ശ്രീ മുഹമ്മദ് ഷമ്മാസ്, BJP പ്രതിനിധീകരിച്ച് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VK സനോജ്, ഈ രണ്ടു പേരും സുബീഷും ഷൈജുവും ഇവർ പാർട്ടി അംഗങ്ങളായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ താങ്കൾ തിരുത്തുക, പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നുവെങ്കിൽ ഇവർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് പാർട്ടി ഉറപ്പിക്കുന്നത്? ഏതാണ്ട് 2016 മുതൽ ഇവരുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു വരുന്നതാണല്ലോ. 2015 ജൂൺ 6 ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഇവർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? സനോജ് കേൾക്കുന്നുണ്ടോ? സനോജിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ മുഹമ്മദ് ഷമാസ്, നിങ്ങൾ ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? ഇതിപ്പോൾ കണ്ണൂരുകാരനാണ് താങ്കളും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ ഷമാസ്. ഇപ്പോൾ വാർത്തകൾ അന്ന് തൊട്ടുണ്ടായിരുന്നു 2015 ഇങ്ങനെ ബോംബ് നിർമ്മാണത്തിൽ ആണ്, ആ സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിൽ 2 പേർ മരിച്ചു, സുബീഷും ഷൈജുവും മരിച്ചു. ഇവർ CPMന്റെ പ്രവർത്തകരായിരുന്നു എന്ന്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നുവന്ന് അവർ രക്തസാക്ഷികളായി മാറുകയായിരുന്നു. അതിനർത്ഥം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ അല്ല മരിച്ചത് എന്നാണല്ലോ. പാർട്ടി അതുകൊണ്ടാണല്ലോ രക്തസാക്ഷി ദിനം ആചരിച്ചു വരുന്നത്. ഒടുവിൽ ഇപ്പോൾ ഒരു സ്മാരകവും ഇവർക്കായി കണ്ണൂർ ചെറ്റക്കണ്ടിയിൽ ഉയരുകയാണ്. നിങ്ങളിതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ ബോംബ് നിർമ്മിക്കുവാനുള്ള ലൈസൻസ് നൽകുകയാണ് CPM, പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയാണ് CPM എന്നൊക്കെ പറയുമ്പോഴും ഈ സംഭവത്തിന്റെ വസ്തുത എന്താണ്? മഞ്ജുഷ്, CPMന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ തീരുമാനത്തിലോ ഇവർ ഈ പറഞ്ഞ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട CPM പ്രവർത്തകരുടെ കൊലപാതകത്തെ രക്തസാക്ഷി പരിവേഷം നൽകി അതിനെ ആചരിക്കുകയും സ്മൃതി കുടീരവും അതിൻ്റെ വിപുലമായ പരിപാടികൾ നടത്തുന്നതിലൊന്നും ഒരു അത്ഭുതവും കണ്ണൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ സമാനമായ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിൻ്റെ രക്തസാക്ഷി ദിനവും അടുത്ത വർഷം CPM വളരെ സമുചിതമായി ആചരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് തന്നെ 2015 ജൂൺ 6 CPMന്റെ പാർട്ടി കേന്ദ്രത്തിൽ വെച്ച് ബോംബ് പൊട്ടി മരിച്ച ഈ പറയപ്പെട്ട 2 CPMന്റെ പാർട്ടി പ്രവർത്തകരായാലും അണികളായാലും ഈ പറഞ്ഞ പാർട്ടി അംഗങ്ങളായാലും ഏത് തരത്തിൽ അവരെ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പാർട്ടി ബന്ധത്തെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. അവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P ജയരാജനാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതേ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അധ്യക്ഷത വഹിച്ച പാർട്ടി സമ്മേളനത്തിൽ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഈ പറയപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. CPMന്റെ കാലാകാലങ്ങളിൽ രക്തസാക്ഷി പട്ടികയിലെല്ലാം ഇതുപോലെ ബോംബ് പൊട്ടി മരിച്ച ആളുകൾ, ഈ പറഞ്ഞ വഴിയിൽ കിടന്ന് വീണ് മരിച്ച ആളുകൾ, കുഴഞ്ഞു വീണ് മരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഒക്കെ ഒരു ഉദാഹരണമായിട്ട് മാത്രം ചൂണ്ടിക്കാണിക്കാം. പക്ഷെ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതെന്ത് സന്ദേശമാണ് CPM ഇതിലൂടെ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക്, അവർക്ക് പാർട്ടി പ്രവർത്തകരെയാണല്ലോ ഉത്തേജിപ്പിക്കേണ്ടത്, അവർക്കാണല്ലോ ഈ പറഞ്ഞ ആവേശം പകരേണ്ടത്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത്? ബോംബ് നിർമ്മാണത്തിലൂടെ നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ, ബോംബ് നിർമ്മാണത്തിലൂടെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, ആ പരീക്ഷണത്തിനും ആ നിർമ്മാണ പ്രക്രിയയ്ക്കുമിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായാൽ പൂർണ്ണമായും നിങ്ങളെ പാർട്ടി സംരക്ഷിക്കുമെന്ന സന്ദേശം തന്നെയല്ലേ
2015 ഇങ്ങനെ ഒരു സംഭവം നടന്ന് രണ്ടുപേർ മരണപ്പെട്ടിട്ട് അതിനുശേഷം 2016 മുതൽ തന്നെ അവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ്, വർഷാവർഷം അത് കൊണ്ടാടുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മാസം 22-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് ഇവരുടെ രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് തന്നെയാണ് ഇവിടെ നൽകുന്ന ഗുരുതരമായ ഗൗരവമുള്ള സന്ദേശം. ഇവിടെ എന്തുമാകാം, ഇവിടെ എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും, ഈ നാടിനെ ആകെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഭീകര പ്രവർത്തനം നടത്തിയാലും, ബോംബുണ്ടാക്കിയാലും, കൊലപാതകം നടത്തിയാലും പാർട്ടി സംരക്ഷിക്കാനുണ്ട്. നിങ്ങൾക്ക് വീട് വെച്ചു തരാൻ പാർട്ടിയുണ്ട്, നിങ്ങൾക്ക് പണം പിരിച്ചു തരാൻ പാർട്ടിയുണ്ട്, നിങ്ങൾക്ക് ജയിലിൽ സംരക്ഷണം ഒരുക്കാൻ പാർട്ടിയുണ്ട്, നിയമസഹായത്തിന് പാർട്ടിയുണ്ട്. മരിച്ചാൽ ഈ പറഞ്ഞ ആജീവനാന്ത കാലം മുഴുവൻ ഈ പറഞ്ഞ ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ആഘോഷമായ ആ രക്തസാക്ഷിത്വത്തെ കൊണ്ടാടാനും പാർട്ടി ഉണ്ട് എന്ന തികച്ചും തെറ്റായ, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സന്ദേശം തന്നെയാണ് CPM ഇതിലൂടെ നൽകുന്നത്. ശരി, ഇടപെടുകയാണ്. സനോജ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. സനോജ്, ഈ ഒരു സന്ദേശമല്ലേ സമൂഹത്തിന് CPM നൽകുന്നത്? അതല്ലെങ്കിൽ മറിച്ച് ഇവർ മറ്റാരുടെയെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു വിശദീകരണങ്ങൾ വന്നപ്പോൾ അതിൽ ഈ RSSകാരാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടവർ എന്ന രീതിയിലാണല്ലോ, അല്ലെങ്കിൽ RSSകാരെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്ന രീതിയിലാണല്ലോ. പക്ഷേ അങ്ങനെ ഒരു ബോംബ് അറ്റാക്ക് അവിടെ ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം? ഇപ്പോൾ ഷമാസ് പറഞ്ഞതിനെ എനിക്കും ന്യായീകരിക്കേണ്ടി വരികയാണ്. കാരണം ഇത് തെറ്റായ ഒരു സന്ദേശമാണല്ലോ, ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ആദരമൊരുക്കുക എന്നുള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊലയപ്പെട്ടു എന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസും BJP-യും നടത്തിയിട്ടുള്ള വ്യാഖ്യാനം അതിപ്പോൾ നിങ്ങൾ കൂടി ഏറ്റുപിടിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ സംഭവം ഇപ്പോൾ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം? ഈ രണ്ട് സഖാക്കൾ അന്ന് കൊലയ്യപ്പെട്ട സമയത്ത് CPM-ന്റെ പാനൂർ ഏരിയ കമ്മിറ്റി വളരെ വ്യക്തമായി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷെ അന്ന് UDF-ന്റെ ഗവൺമെന്റ് ആയിരുന്നു. UDF-ന്റെ ഗവൺമെന്റ് RSSനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ ഇവിടെ എന്താ വിവാദം? അന്ന് ആ സഖാക്കൾ കൊലയ്യപ്പെട്ട സമയത്ത് പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ആ സഖാക്കളുടെ സംസ്കാര ചടങ്ങുകൾ ഉടനീളം പാർട്ടി നേതൃത്വം ഒന്നടങ്കം പങ്കെടുത്തിട്ടുണ്ട്. ആ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങിയത് പാർട്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന സഖാവ് P. ജയരാജനും MV ജയരാജനും MLA ആയിരുന്ന TV രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയായിരുന്നു. ആ മൃതശരീരം അന്ന് CPM-ന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം അവരുടെ നാട്ടിൽ AKG നഗറിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ സ്തൂപം പണിതിരുന്നു. എല്ലാ വർഷവും അനുസ്മരണ യോഗം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അന്തരിച്ചുപോയ CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ഉൾപ്പെടെ ആ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. അപ്പം അന്നൊന്നുമില്ലാത്ത ഒരു വിവാദം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ CPIM ഇങ്ങനെ ബോംബ് നിർമ്മിക്കുന്നു, CPIM നാട്ടിനകത്ത് വലിയ അക്രമത്തിന് ഒരുക്കം കൂട്ടുന്നു എന്ന് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് UDF-ന്റെയും BJP-യുടെയും ആവശ്യമാണ്. പക്ഷേ ശ്രീ VK സനോജ്, അന്ന് പോലീസ് FIR-ലും പറഞ്ഞിരുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ ഇവർ കൊല്ലപ്പെട്ടു എന്നതാണല്ലോ. അതിനുശേഷമുള്ള അന്വേഷണങ്ങളിൽ മറിച്ച് എന്തെങ്കിലും തെളിവുകൾ വന്നിരുന്നോ? നിങ്ങളുടെ കൈവശം അത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൈമാറിയിരുന്നോ? തുടർന്നുള്ള പോലീസ് അന്വേഷണം എങ്ങനെയായിരുന്നു? ബോംബ് നിർമ്മാണത്തിനിടയിൽ അല്ല ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്ന കാര്യം തെളിഞ്ഞിട്ടുണ്ടോ? ബോംബ് നിർമ്മാണത്തിനിടയിലല്ല അവർ കൊലയ്യപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാനൂരും പരിസര പ്രദേശങ്ങളും ഞങ്ങളുടെ നിരവധി സഖാക്കളെ അതിക്രൂരമായി ബോംബെറിഞ്ഞും വെട്ടിയും RSSന്റെ സംഘം കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അവിടെ ആ ഘട്ടത്തിലായിരുന്നു പള്ളിച്ചാൽ വിനോദ്. അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് RSSന്റെ സംഘം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ പ്രദേശത്തായിരുന്നു ഒരു തൊഴിലുറപ്പ് തൊഴിലാളി, ആ ഒരു സ്ത്രീ ജോലിയെടുക്കുന്ന സമയത്ത് സെൻട്രൽ പൊല്ലൂർ ഭാഗത്ത് RSSന്റെ കേന്ദ്രത്തിൽ വെച്ച് ബോംബ് പൊട്ടി അതിക്രൂരമായി അതിഭീകരമായി പരിക്കുപറ്റി ആശുപത്രി കിടക്കുന്ന നിലയുണ്ടായത്. അപ്പോൾ പൊയിലൂരും സെൻട്രൽ പൊയിലൂരും പരിസരത്ത് RSSന്റെ തുടർച്ചയായി അക്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ തുടർച്ചയിലാണ് ഈ രണ്ട് സഖാക്കൾക്കെതിരായിട്ടും ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്.
അല്ല, അങ്ങനെ പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ. ആക്രമണം ഉണ്ടായി ഈ സഖാക്കൾക്കെതിരെ RSSൽ നിന്ന് എന്നാണോ അതോ RSSനെതിരായുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവർ എന്നാണോ? അന്ന് ഈ രണ്ടാമത്തെ കാര്യമായിരുന്നു അന്ന് പാർട്ടി പറഞ്ഞിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ ആദ്യത്തെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടിയുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്, എതിർ പ്രചാരണങ്ങളാണ് ബാക്കിയുള്ളവ എന്നെല്ലാമാണ്. അതായത് ഈ ബോംബ് നിർമ്മാണത്തിനിടെ എവിടെ ആളുകൾ മരിക്കുമ്പോഴും ആദ്യം CPMന്റെ റിയാക്ഷൻ ഇതായിരിക്കും. ഏറ്റവും ഒടുവിൽ പാനൂരിലും അങ്ങനെ തന്നെയാണ്. അത് പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്നാണ്. പക്ഷേ പിന്നീട് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിൽ CPM നേതാക്കൾ പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു മനുഷ്യത്വം എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. പിന്നീട് അവിടെയും സ്മാരകം ഉയരുമോ എന്നറിയില്ല. അപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെയായിരുന്നു. ആദ്യം തള്ളിപ്പറയുകയായിരുന്നു, പിന്നീട് പതുക്കെ രക്തസാക്ഷിത്വം ആചരിച്ചു വരുന്നു, പിന്നെ ഒടുവിൽ സ്മാരകമായി അത് ഉയർന്നു വരുന്നു. പക്ഷെ ഇവിടെ അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് അത് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയത് മാത്രമാണോ RSSകാരാണ് ഈ രണ്ടുപേരെയും കൊന്നതെന്ന്? പോലീസ് അന്വേഷണത്തിൽ എവിടെയും അങ്ങനെയില്ലല്ലോ. ഈ വിഷയം പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നില്ല. പാർട്ടി പാനൂർ ഏരിയ കമ്മിറ്റി വളരെ കൃത്യമായും ആ വിഷയത്തിൽ അന്ന് കൊടുത്ത പ്രസ്താവന ഞാൻ വായിക്കാം. ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ CPM അനുഭാവികളായ 2 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് CPMന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. CPIM പ്രവർത്തകൻ പള്ളിച്ചാലിൽ വിനോദനെ RSSകാർ ബോംബെറിഞ്ഞ് കൊന്ന അതേ പഞ്ചായത്തിലാണ് ഈ സംഭവവും. പൊയിലൂരിലും സമീപ പ്രദേശങ്ങളിലും അടുത്ത കാലത്ത് RSS നിരവധി അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന തൃപ്പങ്കുണ്ടൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ RSSന്റെ ആയുധ നിർമ്മാണവും ശേഖരവുമുണ്ടെന്ന് നേരത്തെ വെളിപ്പെട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് RSS ശേഖരിച്ച ബോംബ് സ്ഫോടനത്തിൽ മാരകമായി പരിക്കേറ്റിരുന്നു. ചെറ്റക്കണ്ടി സംഭവത്തിന് പിന്നിലും RSS ആണെന്ന് സംശയമുണ്ട്. നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് CPM പാനൂർ ഏരിയ കമ്മിറ്റി അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അന്വേഷണം നടന്നു പിന്നെ ഈ അന്വേഷണം നടന്നു. അന്ന് പോലീസ് FIR പറയുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ രണ്ടുപേരും മരിച്ചത് എന്നാണ്. അന്ന് സുബിനും ഷൈജു അന്ന് UDFന്റെ പോലീസാണ് RSSന് അനുകൂലമായ സമീപനമാണെന്ന് പോലീസ് സ്വീകരിച്ചത്. അന്ന് RSSനെ സഹായിക്കുന്ന നിലപാടാണെന്ന് പോലീസ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷണം ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വർഷം തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നുവല്ലോ. അപ്പോൾ ഒരു തുടരന്വേഷണം എന്തുകൊണ്ടുണ്ടായില്ല? 2016 മുതൽ ഇങ്ങോട്ട് പിണറായി വിജയനല്ലേ ഭരിച്ചത്. ഇത്രയും വർഷത്തിനിടയിൽ നിരവധി അനുസ്മരണ യോഗം നടന്നല്ലോ. അല്ല, അനുസ്മരണ യോഗമല്ലോ, അത് നിങ്ങളുടെ പാർട്ടി കാര്യം. അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? അല്ല, നിങ്ങൾ പറയുന്നുണ്ട് സനോജെ RSSകാരാണ് കൊന്നത് എന്ന്. അന്നും സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. 2015 ജൂൺ 6 പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ആ റിലീസിലും സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ബലപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? ബലപ്പെടുത്തി കൊണ്ടുവരുന്ന അന്വേഷണം നടക്കേണ്ടെങ്കിൽ UDFന്റെ പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. ആ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് CPM പാനൂർ ഏരിയ കമ്മിറ്റി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിനുശേഷം വളരെ കൃത്യമായിട്ടും ആ നാട്ടിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി, പാർട്ടിക്ക് ബോധ്യമായ ഒരു കാര്യം സമൂഹത്തിന് ബോധ്യമായിട്ടില്ല. ഒരു പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ല ഇവർ ബോംബ് നിർമ്മാണത്തിലല്ല കൊല്ലപ്പെട്ടത് എന്ന്. ബോംബ് നിർമ്മാണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന പോലീസിന്റെ FIR എന്നതിന് തെളിവാണ്. പിന്നീടുള്ള അല്ല സനോജ്, ഒരു കാര്യം, എനിക്ക് ഈ അന്വേഷണത്തിന് ഇപ്പോഴത്തെ ഘട്ടം എന്താണെന്ന് അറിയില്ല. ഇതിന്റെ ചാർജ് ഷീറ്റിന്റെ കാര്യം എനിക്ക് വ്യക്തമല്ല. അതെന്താണ് സനോജിന് അറിയാമെങ്കിൽ അതൊന്ന് വ്യക്തമാക്കൂ. എന്താണ് ഇതിന്റെ കോടതി നടപടികളിലേക്ക് പോയപ്പോൾ സംഭവിച്ചത്? ഈ ബോംബ് നിർമ്മാണത്തിനിടെ 2 CPMക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള കേസ് ഞാൻ ചോദിക്കട്ടെ, പോലീസിന്റെ FIR അതേപടി വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം വിഷയത്തിനകത്ത് പോലീസ് എന്തെല്ലാം FIR ഇട്ടിട്ടുണ്ട്? പോലീസ് എന്ന് UDF ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പോലീസാണ്. നിഷ്പക്ഷമായ അന്വേഷണം ആ വിഷയത്തിനകത്ത് നടന്നിട്ടില്ല. ആ പ്രദേശത്തും പരിസരങ്ങളിലും മുഴുവൻ RSS നിരവധി അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. RSSന്റെ തന്നെ ആളുകൾ ആ പ്രദേശത്ത് ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ, ഈ ചെറുവാഞ്ചേരിയിൽ അവിടെ നടന്നൊരു ക്ഷേത്രത്തിൽ എത്ര RSSകാരാണ് അവിടെ മരിച്ചത്? എത്ര ബോംബായിരുന്നു അവിടുന്ന് കണ്ടെത്തിയത്? അപ്പോൾ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമാണ് ഈ പാനൂര്, ഈ സെൻട്രൽ പൊയിലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ RSS
ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. പള്ളിച്ചാൽ വിനോദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ധീരനായിട്ടൊരു സഖാവിനെ അതിക്രൂരമായി ബോംബെറിഞ്ഞ് കൊന്നിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഞങ്ങളുടെ രണ്ട് സഖാക്കളെ അതിക്രൂരമായി അവിടെ കൊലയപ്പെടുന്നതിനുണ്ടായത്. ആ കൊലയപ്പെട്ട ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിനുശേഷം എത്ര വർഷമായി, 2015 ജൂൺ 6 ശേഷം നിരവധി രക്തസാക്ഷി അനുസ്മരണങ്ങൾ നടന്നിട്ടുണ്ട്. ശരി ശ്രീ ടി പി ജയചന്ദ്രൻ, RSSകാരാൽ കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെ, അതാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതാണ് RSSകാരാൽ കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെ, ഷൈജുവിന്റെയും സുബീഷിന്റെയും രക്തസാക്ഷിത്വമാണ് ഈ കാലയളവ് അത്രയും ആദരിച്ചു വന്നത്. അതിപ്പോൾ ഒരു സ്മാരകമായി വരുമ്പോൾ മാത്രം അത് വിവാദമാക്കുന്നു. ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം CPM-ന്റെ. അതാണ് DYFI സംസ്ഥാന സെക്രട്ടറി ഇവിടെ പറഞ്ഞത്. മഞ്ജുഷേ, ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നു എന്ന് ശ്രീ സനോജ് മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലേ മഞ്ജുഷേ? നോക്കൂ, ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു കുറച്ച് മുമ്പ് DYFI മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്താണ് എന്ന് അവർക്ക് ഇപ്പോഴും വിവരീകരിക്കാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴെങ്കിലും ഈ അക്രമത്തിനൊപ്പം അല്ലാതെ അവർ ഈ രാജ്യത്തെ സമാധാനത്തിനും കൂടെ നിന്നിട്ടുണ്ടോ? ശ്രീ സനോജിനോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നു, സർ, ഈ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ ദേശാഭിമാനിയിലല്ലാതെ, അതുണ്ടോയെന്ന് എനിക്കറിയില്ല, മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടായിരുന്നോ? ഇനി താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ഘടകത്തിൻ്റെ, ബ്രാഞ്ചിൻ്റെ, ലോക്കലിൻ്റെ എല്ലാത്തിൻ്റെയും കയ്യിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടാകുമല്ലോ. നോക്കൂ, വർഗീസ് വധം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സനോജയെ പുനരന്വേഷിച്ചത്? എത്ര ശാസ്ത്രീയമായിട്ടാണ് ലോകം വികസിച്ചിരിക്കുന്നത്? അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ കൈ കൊടുത്തുകൂടെ? 2015 ജൂൺ മാസത്തിൽ 6-ാം തീയതി നടന്ന 15-ാം തീയതി നടന്ന സംഭവം, ഞാൻ സമ്മതിച്ചു. 2016 മുതൽ കേരളം ഭരിക്കുന്നത് LDF-ന്റെ UDF-ന്റെ പോലീസല്ലല്ലോ. ഏറ്റവും കഴിവ് തെളിയിച്ച, ലോകം മുഴുവൻ ആദരിക്കുന്ന, കാരണഭൂതനായ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുശക്തമായ ഒരു പോലീസ് സംവിധാനമില്ലേ? ആ പോലീസ് സംവിധാനം കഴിഞ്ഞ 8 വർഷമായി കേസ് അന്വേഷിച്ച നിജസ്ഥിതി എന്താണ്? അതൊന്നുമല്ല മഞ്ജുഷേ, ഇതിൻ്റെ വസ്തുത. ഇതൊരു കച്ചവടമാണ്, ഇത് നല്ലൊരു ബിസിനസ്സാണ്. സന്ദേശം എന്ന സിനിമയിൽ പറഞ്ഞ മാതിരിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികളെ തേടുകയാണ്, രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ്. തേടിയ രക്തസാക്ഷികൾ അവർക്ക് നല്ലൊരു കച്ചവട ചരക്കാണ്. ആ പദം പ്രയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം, അഭിമന്യുവിൻ്റെ വധവും രക്തസാക്ഷിത്വവും ഒരു നല്ല മാർക്കറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ പേര് എത്ര വിരിച്ചു, എത്ര കുടുംബത്തിന് കൊടുത്തു? അപ്പോൾ എപ്പോഴും ഈ സിനിമയിലൊക്കെ പറയുന്ന മാതിരിയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടാണ്. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ കുടുംബത്തോട് നീതി പുലർത്താൻ അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ള ഈ ഭരണകൂടത്തിനുള്ളിൽ 8 വർഷക്കാലം പുനരന്വേഷിക്കാൻ ഒരു ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ഘടകമോ, കണ്ണൂർ ജില്ലാ ഘടകമോ, സംസ്ഥാന ഘടകമോ, ഏതെങ്കിലും ഒരു ഘടകം ആവശ്യപ്പെട്ടോ? എന്തേ അന്വേഷണം ആ ഫയൽ റീഓപ്പൺ ചെയ്യുന്നില്ല? അതൊന്നുമല്ല, എന്തിനേറെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇതേമാതിരി ഒരു സമാധാന പ്രവർത്തനം തുടങ്ങി, ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ അന്ന് തള്ളിപ്പറഞ്ഞു, ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ മറ്റൊരു രക്തസാക്ഷി മണ്ഡപം ഉയർത്തെഴുന്നേക്കും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വന്തം ആദർശമോ ധർമ്മമോ സംരക്ഷിക്കാൻ വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിൻ്റെ ഫലമായി കൊല്ലപ്പെടുന്നവനെയാണ് രക്തസാക്ഷി എന്ന നിർവചനത്തിൽ പെടുത്തുന്നത്. പകരം ഇവിടെ കണ്ണൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരെ നിങ്ങൾ പരിശോധിക്കൂ. കണ്ണൂർ ജില്ലയിലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ പീഡനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു RSS. വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു സർ. വാദത്തിന് വേണ്ടി അംഗീകരിക്കുമ്പോൾ കണ്ണൂരിൽ നിങ്ങളുടെ കൊലക്കത്തിയുടെയും ബോംബിന്റെയും ശിക്ഷാ നടപടിയെ നേരിടാത്ത ഏതെങ്കിലും ഒരു പാർട്ടി കേരളത്തിലുണ്ടോ? പക്ഷേ ശ്രീ സനോജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് തന്നെ ഈ 2015 ജൂൺ 5, 6 തീയതികളിലൊക്കെ അതേ സമയത്ത് തന്നെ ഇതേ മേഖലയിൽ, ഈ പറയുന്ന ചെറ്റക്കണ്ടി എന്നുള്ള മേഖലയിൽ RSSന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ പരിക്കേറ്റ ആളുകളുടെ പേരും ഇവിടെ സനോജ് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ
ഈ 2 പേർ കൊല്ലപ്പെടുന്ന ആക്രമണം ഉണ്ടായത് എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരുക്കേൽക്കുന്ന ഒരു സംഭവം അതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് സനോജ് പറയുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത വർഷം മുതൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങി. അപ്പോഴൊന്നും ആരും ഇതിൽ എതിർപ്പ് പറഞ്ഞിട്ടുമില്ല, ആരും അത് വിവാദമാക്കിയിട്ടുമില്ല എന്നാണ് CPM-ന്റെയും DYFI-യുടെയും ഒക്കെ വാദം. മഞ്ജുഷെ, അവര് രക്തസാക്ഷി ദിനം ആചരിച്ചു കൊള്ളട്ടെ, അവർ പ്രമേയം പാസാക്കിക്കൊള്ളട്ടെ. എന്റെ ചോദ്യം, ഈ രക്തസാക്ഷിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ, ഇൻകുലാബിന്റെ മുദ്രാവാക്യത്തിന്റെ വീര്യം ഉൾക്കൊള്ളാൻ, അങ്ങനെയാണെങ്കിൽ ഈ പാവം നിരപരാധികളെ കൊന്നൊടുക്കി RSSകാരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കണ്ടേ? അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണ്ടേ? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? എന്തിനാ RSSകാരോട് സനോജിന്റെ പാർട്ടി ഇത്ര ദയ കാണിക്കുന്നത്? ഇത്രയൊക്കെ ക്രൂരന്മാരായ, ഇത്രയൊക്കെ മനുഷ്യത്വമില്ലാത്ത ഇവദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കടമെടുത്താൽ, അത് അംഗീകരിച്ചാൽ നിങ്ങൾ എന്തിനാ ഈ RSSകാരോട് ഇത്ര ദയ കാണിക്കുന്നത്? എന്തേ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? എന്തേ RSSകാരും കൂടെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നുകൂടായിരുന്നോ? പച്ചക്കള്ളം ഇങ്ങനെ പറയുമോ മഞ്ജുഷെ? കേരളത്തിലെ ജനങ്ങളെപ്പോൾ ഇവരൊന്ന് വിശ്വാസത്തിലെടുക്കണ്ടേ? ഞാൻ അദ്ദേഹത്തോട് വിനയ പുരസ്സരം ചോദിക്കുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള, എന്തിനേറെ TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും മാഷാ അള്ളാ ബോർഡ് വെച്ചിട്ടല്ലായിരുന്നോ പോയത്? ഇന്നോവ കാറ് വരുമെന്നല്ലായിരുന്നോ? അത് രക്തം RSSന്റേതായിരുന്നില്ല. ജനിച്ച നാൾ മുതൽ ചെങ്കൊടി പിടിച്ച് എൻ്റെ നാട്ടിലെ ബാലുശ്ശേരിയിലെ വലിയൊരു നേതാവിന്റെ മകളെ കഴുത്തിൽ ചുവന്ന നാട കെട്ടി ജീവിതസഖിയായി സ്വീകരിച്ച TP ചന്ദ്രശേഖരന് എത്ര വെട്ടുകളെന്ന് അവർക്ക് എണ്ണിയാൽ എനിക്കറിയില്ല. അതും RSSന്റെ അക്കൗണ്ടിലായിരിക്കാം. ഷുക്കൂറിനെ കൊന്നവർ എങ്ങനെയാ കൊന്നത്? ഇദ്ദേഹം ഇപ്പൊ RSSന്റെ കാപാലികത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് പാർട്ടി നേതാവ് ബലപ്പെടുത്തി ശരിവെച്ച് എത്ര നിഷ്ഠൂരമായിട്ടാണ് ചെറുപ്പക്കാരനെ കൊന്നത്. ശരി ശരി സനോജ്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉണ്ടായിട്ടും അവർ രക്തസാക്ഷികളാണെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകാത്തത്, അങ്ങനെ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടാത്തത്? സ്വയം രക്തസാക്ഷികളാക്കിയാൽ അത് സമൂഹത്തിന് കൂടി ബോധ്യമാകണം. സനോജ്, അല്ല, ഇവിടെ ഇപ്പോ BJPയുടെ വക്താവ് വലിയ ആവേശത്തിലാണല്ലോ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ആളുകൾ, ഇത് ഈ ചർച്ച കാണുന്ന ആളുകൾ BJPയുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി കുടുംബങ്ങൾ ഈ കണ്ണൂരിലും കേരളത്തിലും രാജ്യത്തുടനീളമുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂരിലെ കാര്യമാണല്ലോ. കണ്ണൂരിൽ ഞാനിവിടെ പറഞ്ഞു, നമുക്ക് ഈ സമീപ വർഷങ്ങളിൽ അഷ്ന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറിച്ചുള്ള വാർത്ത വീണ്ടും നമ്മൾ വായിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തീകരിച്ച അഷ്നയ്ക്ക് ഒരു കാലില്ല മഞ്ജുഷെ. ആരാണ് അഷ്നയുടെ കാല് ബോംബെറിഞ്ഞ് തകർത്തത്? ഇപ്പൊ സമാധാനത്തെക്കുറിച്ചാണല്ലോ വലിയ പ്രസംഗം ഇപ്പം TP ജയചന്ദ്രൻ നടത്തിയിട്ടുള്ളത്. അഷ്നയുടെ ബോംബ് എറിഞ്ഞ് തകർത്ത സംഭവം ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ചെറ്റക്കണ്ടി എന്ന് പറയുന്ന പാനൂരിലെ പ്രദേശത്ത് നിന്നും വളരെ അടുത്ത ചെറുവാഞ്ചേരിയിലാണ്. അതേ ചെറുവാഞ്ചേരിയിലാണ് അത്യാർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വെച്ച് RSSന്റെ 2 ആളുകൾ ബോംബ് കെട്ടുന്ന സമയത്ത് പൊട്ടി മരിച്ചത്. അന്ന് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ ഈ TP ജയചന്ദ്രന്റെ പാർട്ടി അവർക്ക് സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ട് പോലീസിനെ കുറേ മണിക്കൂറുകൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല. സായുധമായി പോലീസിനെ പ്രതിരോധിച്ചു. അതിനുശേഷം പോലീസ് കൂടുതൽ സംഘത്തെ കൂട്ടി അവിടെ എത്തിയപ്പോൾ അവിടുന്ന് കണ്ടെടുത്തത് 100-ൽ കൂടുതൽ ബോംബ. ആരാ ജയേന്ദ്രൻ മാഷെ ഇതൊക്കെ അവിടെ നിർമ്മിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തെക്കുറിച്ചൊന്നും നിങ്ങൾ വലിയ വർത്തമാനം പറയണ്ട. അതുകൊണ്ട് ബോംബ് നിർമ്മാണം നടത്തുന്നത് കണ്ണൂരിൽ ആരാണ്? പാനൂരിലും പരിസര പ്രദേശങ്ങളിലും ആളുകളെ കൊന്നതാരാണ്? അഷ്ന എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കാലെറിഞ്ഞ് തകർത്തതാരാണ്? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ അനുഭവമാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ രാജ്യവ്യാപകമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും കൂടുതൽ ഇവിടെ പറയിപ്പിക്കേണ്ട. നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്രമാത്രം ആളുകളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന പ്രസംഗമാണ് നടത്തുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ജയേന്ദ്രൻ മാഷ് വന്നിട്ട് വലിയ വിശുദ്ധന്റെ വേഷം കെട്ടിയിട്ട് ഉള്ള ഈ പ്രസംഗം ഉണ്ടല്ലോ, അതൊക്കെ ഒരു തമാശയായിട്ട് ആളുകൾ കാണൂ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ രക്തസാക്ഷികൾ എന്താ വലിയ കച്ചവട ചരക്കാണെന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾക്കാണ്. അശ്വിനികുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാൽ കൊലയ്യപ്പെട്ടു.
NDF ആളുകളാൽ കൊലയപ്പെട്ടു. എങ്ങനെയാ കേസൊക്കെ തീർന്നത്? കൂടുതൽ ഞാൻ പറയണോ? അതുകൊണ്ട് അതൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ട. അതുകൊണ്ട് ഇതൊക്കെ കച്ചവടമാക്കുന്നതും ഇതിനൊക്കെ ഒറ്റുകൊടുക്കുന്നതും BJPയും RSSുമാണ്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. RSSും BJPയും കണ്ണൂരിൽ ഗ്രാമങ്ങൾ കീഴ്പ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ബോംബ് രാഷ്ട്രീയമായി കടന്നു വന്നു. ജനങ്ങൾ അതിശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ എല്ലാ അക്രമ പ്രവർത്തനത്തെയും നിങ്ങളുടെ ശാഖാപ്രവർത്തനത്തെയും പ്രതിരോധിച്ചുകൊണ്ട് ജീവൻ ബലിയർപ്പിച്ച് മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ബോംബ് നിർമ്മാണം നടത്തി. അല്ല, അങ്ങനെ ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ടു. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രീ VK സനോജ്? ബോംബ് നിർമ്മിക്കുന്നു എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇവർ ആയുധം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രമത്തിന്റെ ഭാഗമായി, അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നാട്ടിൽ ക്രമസമാധാന അന്തരീക്ഷം പല ഘട്ടങ്ങളിലും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ചരിത്രമെല്ലാം മറന്നിട്ട് ഇപ്പൊ TV ചർച്ചയിൽ ഇത് കിട്ടിയൊരു അവസരം എന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് അധികം കയറാൻ വരണ്ട എന്ന് മാത്രമേ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട് ഇത് ബോംബ് നിർമ്മാണത്തിനിടയിലുള്ള മരണമല്ല എന്ന്? അങ്ങനെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് എന്തുകൊണ്ട് പാർട്ടി ആഗ്രഹിച്ചില്ല എന്നുള്ളത് ചോദ്യമാണല്ലോ. കാരണം പാർട്ടിക്ക് മേലൊരു കരുതൽ ഇക്കാര്യത്തിലുണ്ട്. അത് മാറ്റി കിട്ടാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? സത്യാവസ്ഥയൊക്കെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ, ആ കൊല്ലപ്പെട്ട 2 സഖാക്കൾക്ക് ഉചിതമായ സ്മാരകം നിർമ്മിച്ചതും എല്ലാ വർഷവും 2008 ശേഷം 2015 ശേഷം അനുസ്മരണ യോഗങ്ങളൊക്കെ അവിടെ നടക്കുന്നതും. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള അനുസ്മരണ യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അന്ന് പങ്കെടുത്തു. എന്ത് അന്ന് നിങ്ങൾക്ക് ചർച്ച ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ടാണ് 2024 ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്? അപ്പൊ അത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അല്ല, ഗൂഢാലോചനയൊന്നും ഉചിതമായ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. പാർട്ടിക്കാരൻ കൊല്ലപ്പെട്ടത് അതും നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതും ബോംബ് നിർമ്മാണം എന്ന് പറഞ്ഞിട്ടില്ല. അത് പാർട്ടിയുമായിട്ട് ഉത്തരവാദിത്വമുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും 2 സംഭവമാണ് മഞ്ജുഷേ. ആ സംഭവത്തെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അത് ഇപ്പോഴും പറയുന്നു. ആ സംഭവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് 2 സംഘങ്ങൾ തമ്മിലുള്ള, ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ്. ഈ കൊലയ്യപ്പെട്ട, അവിടെ ബോംബ് പൊട്ടി മരിച്ച പ്രതികളിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീടാക്രമിച്ച കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന്റെ രക്ഷിതാവ് തന്നെ പറഞ്ഞു, സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞു, ഇയാളെ ഞാൻ ഒരുപാട് ഉപദേശിച്ചു, എൻ്റെ പാർട്ടി ഉപദേശിച്ചു, വീട്ടിൽ വരാറില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ സംഭവത്തെയും ഈ 2015 ഈ സംഭവത്തെയും ഒരുമിച്ച് കാണേണ്ടതില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. അപ്പോൾ പോലീസ് RSSന് സഹായകരമായ രീതിയിൽ FIR ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് സനോജ് ഇവിടെ ആദ്യ വാദം ഉന്നയിച്ചത്. കൊലപ്പെടുത്തിയ ഘട്ടമാണ്. 2015 സാഹചര്യവും 2024 സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഒരു ഒറ്റക്കാര്യം കൂടി, വക്താവ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, സമാധാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. മഞ്ജുഷ ഒരു മിനിറ്റ് പറയാലോ? അല്ല, ഞാൻ കോൺഗ്രസ് നേതാവ് പറയുന്ന എല്ലാ കാര്യവും കേട്ടിട്ടില്ല. ഈ മുഹമ്മദ് ഷമ്മാസിന്റെ നേതാവാണല്ലോ നമ്മുടെ സുധാകരൻ കണ്ണൂരിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് കണ്ണൂരിൽ ഏത് കൊച്ചുകുട്ടിക്കും അറിയാലോ. അദ്ദേഹമാണല്ലോ പണ്ട് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ DCC ഓഫീസിൽ പുക വരുന്ന ബോംബ് ഒരു ഭാഗത്ത് എറിഞ്ഞാൽ ആളുകൾ മരിച്ചു പോകുന്ന ബോംബ് വേറെയുണ്ട്, മറ്റേ ബോംബ് വേറെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമുഖം കൊടുത്തത് അതൊന്നും മറന്നിട്ടില്ല. മറ്റൊരു ഘട്ടത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പ് ഇറങ്ങി വന്നിട്ട് ബോംബ് ഘട്ടത്തിൽ അതിന്റെയൊക്കെ വീഡിയോ ഉണ്ട് ഷമ്മാസെ, ബോംബ് എറിഞ്ഞിട്ട് പോലീസ് അത് നിങ്ങൾ എറിഞ്ഞതല്ല, CPM-കാരെ സംസ്ഥാന സെക്രട്ടറിയുടെ സഹപ്രവർത്തകർ അങ്ങ് തന്നെ പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നല്ലോ DYFI-കാരുണ്ടെന്ന്. എന്തായാലും കേട്ടിട്ട് പോകാൻ കഴിയില്ലെന്ന് DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അതങ്ങ് കേട്ടിട്ട് പോകാൻ കഴിയില്ല. അവസരം ഞാനും തടസ്സപ്പെടുത്തും.
ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നിലയിൽ തന്നെയാണ് പറയുന്നത്. കെ അങ്ങനെയുള്ള നേതാവ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ വരട്ടാൻ നിൽക്കണ്ട. ഒരു തരത്തിലും പോലീസ് നേരെ പറഞ്ഞു. പോലീസിനോട് പോയി പറയാനും കൈ കിടന്ന് പൊട്ടിയ ബോംബിന്റെ കണക്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങക്ക് നാണമില്ല ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കാൻ. ഈ പറയുന്ന ബോംബൊക്കെ പൊട്ടുമ്പോ അതൊക്കെ ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ നിന്നാണ്, കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നല്ല. ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ നിന്നാണ് ബോംബ് പൊട്ടിയിട്ട് ആളുകൾ കോൺഗ്രസ്സുകാരന്റെ കേസുകാരന്റെയോ അനുയായികളുടെ കയ്യിൽ നിന്നല്ല. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഒരു നാണവുമാനുള്ളത് ഇങ്ങനെ ചാനൽ ചർച്ചയോട് അങ്ങയുടെ ഗതികേടിനെ ഓർത്ത് സാധിപ്പിക്കുകയാണ്. മുഹമ്മദ് ഷമ്മാസ് സമാധാനത്തെ കുറിച്ച് പറയണ്ട. ഇവിടെ 2015 ഈ 2 പേർ ബോംബ് പൊട്ടി മരിച്ചപ്പോൾ അത് ബോംബ് നിർമ്മാണത്തിന് ഇടയിലല്ല എന്ന് CPM-ഉം DYFI-യും വാദിക്കുന്നതിന് പ്രധാന കാരണമായിട്ട് സരോജ് പറയുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ FIR-ൽ അത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അതാരെ സഹായിക്കാൻ? RSS-നെ സഹായിക്കാനാണെന്ന്. ഇതാണ് ഇവിടെ ഏറ്റവും ആദ്യം VK സരോജ് ഉന്നയിച്ച വാദം. ഷമ്മാസ്. മഞ്ജുഷ, ആ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ ആദ്യം വരാം. കാരണം അതിനുത്തരം കണ്ടെത്തേണ്ട ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. കാരണം 2015 ജൂൺ മാസം 5-ാം തീയതി നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഇവർ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരളം ഭരിച്ചത് UDF ഗവൺമെന്റ് ആയിരുന്നു. ഒരു വാദത്തിന് ഇവരുടെ വാദഗതി അംഗീകരിച്ച് RSS-നെ സഹായിക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ VK സരോജ് തന്നെ വായിച്ചല്ലോ പാനൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവന. തങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട 2 ചെറുപ്പക്കാർ, 2 പേർ ഈ പറഞ്ഞ ഇവരുടെ വാദം അംഗീകരിച്ച് RSS-ഉമായുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കുന്നതിന്റെ ഭാഷയാണോ മഞ്ജുഷിന് അത് വായിച്ചപ്പോൾ കേട്ടത്? അങ്ങനെ ആ ഒരു വികാരമാണോ അങ്ങേക്ക് തോന്നി? എന്തായാലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. വളരെ സമാധാനപൂർവ്വം ഈ പറഞ്ഞ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി CPM-ന്റെ ഏരിയ കമ്മിറ്റി പ്രസ്താവന ഇറക്കുകയാണ്. ദുരൂഹതകൾ നീക്കണം, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ തന്നെ അവിടെ ഇതിന്റെ പൊരുത്തക്കേട് വ്യക്തമാണ്. പിന്നീട് അങ്ങോട്ട് 2015 കഴിഞ്ഞ് 2016 ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ സമുന്നതനായ നേതാവ്, അവരിപ്പോ വാഴ്ത്തിപ്പാടുന്ന ഈ പറഞ്ഞ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ വരികയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഈ പറഞ്ഞ 2024 എത്തി നിൽക്കുമ്പോൾ പോലും ഒരൊറ്റ RSS-കാരനെയും അതിനകത്ത് പ്രതി ചേർക്കാൻ പോയിട്ട്, അന്വേഷിക്കാൻ പോയിട്ട് ഒരു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാത്ത, ഒരു പ്രസ്താവന പോലും ഇറക്കാത്ത CPM-ഉം DYFI-യുമാണ് ഇപ്പോ അതിൽ വലിയ കോൺഗ്രസ് RSS-ന്റെ കൂടിച്ചേരലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ അതേ ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ RSS-ഉം BJP-യുമായിട്ടുള്ള അന്തർധാരയുടെയും കൃത്യമായ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെയും ഒത്തുതീർപ്പിന്റെയും ഫലമായിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താ തിരിച്ചു പറയുക? ഈ പറഞ്ഞ ഒരു അന്വേഷണമോ തുടരന്വേഷണമോ BJP-യുമായ RSS പ്രവർത്തകർ ഈ കൊലപാതകത്തിന്റെയോ ഈ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും പിന്നീട് അന്വേഷണം നടത്തി പിടികൂടാത്തതിന്റെ പിന്നിൽ CPM-ഉം RSS-ഉം തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണോ അതോ ബോംബ് പൊട്ടിയിട്ട് തന്നെയാണ് മരിച്ചത് എന്ന തിരിച്ചറിവിന്റെയും യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടതിന്റെയും അടിസ്ഥാനത്തിലാണോ? രണ്ടിൽ ഏതാണെന്നതിന്റെ മറുപടി സനോജ് പറഞ്ഞാൽ അതിന് വ്യക്തത വരും. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ കണക്കെടുത്ത് നിങ്ങൾ പോകണം. നിങ്ങളിപ്പോൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ BJP-യുടെ പ്രതിനിധിയും DYFI നേതാവും പരസ്പരം തർക്കിക്കുന്ന ഏത് കാര്യത്തിലാണ്? നിങ്ങൾ 100 ബോംബ് കണ്ടെത്തിയത്, നിങ്ങളുടെ കേന്ദ്രത്തിൽ 100 ബോംബ് കണ്ടെത്തിയില്ലേ, നിങ്ങൾ അവിടെ 5 എണ്ണം പൊട്ടിച്ചില്ലേ എന്ന് പരസ്പരം ഉണ്ടാക്കിയ ബോംബിന്റെ എണ്ണം പറഞ്ഞവർ പരസ്പരം തർക്കിക്കുകയാണ്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ മഞ്ജുഷ്, അത് ഞാൻ പറഞ്ഞല്ലോ. കെ സുധാകരന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ നടക്കുന്ന അടികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ എവിടെയാണെന്ന് ഇപ്പൊ സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇവർ തുടക്കം മുതൽ പറയുകയാണ് 2015 മുതൽ ഇങ്ങോട്ട് ഇത്രയും വർഷം ഞങ്ങളിത് കൊണ്ടാടിയില്ല, നിങ്ങൾക്ക് എന്താ അന്ന് പൊള്ളാതിരുന്നത്, നിങ്ങൾ എന്താ അന്ന് ചർച്ച ചെയ്യാതിരുന്നതെന്ന്? എന്തുകൊണ്ടാണ് മഞ്ജുഷ് ഇപ്പോഴും ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? ഈ 2024 നമ്മൾ ഈ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 2024 ഏപ്രിൽ മാസം 5-ാം തീയതി ഇതുപോലെ വീണ്ടും 2 പേർ കൊല്ലപ്പെടുകയാണ്. ഇതുപോലെ ബോംബ് ഉണ്ടാക്കുമ്പോൾ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് 2 പേർ വീണ്ടും മരിക്കുകയാണ്. അപ്പൊ ഇവരിത് നിർത്തിയിട്ടില്ല. 2015 മുതൽ ഇങ്ങോട്ട് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഇവരുടെ ഈ ബോംബ് നിർമ്മാണം എന്ന കുടിൽ വ്യവസായം ഇവർ അവസാനിപ്പിച്ചിട്ടില്ല. ഇവർ കണ്ണൂരിലെയും മറ്റ് പാർട്ടി ഗ്രാമങ്ങളിലെയും നിരന്തരമായി അവിടെയുള്ള സമാധാന അന്തരീക്ഷത്തിൽ അവർ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊട്ടേഷൻ പ്രവർത്തനത്തിന്
ഇത് കുടിൽ വ്യവസായം പോലെ ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭീഷണിയാകുന്ന ആർക്കാണ്? ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്കാണ്, സാധാരണക്കാർക്കാണ്. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ തള്ളിപ്പറയും. ഇതേ VK സനോജ് തന്നെ പറഞ്ഞല്ലോ, ഇതിൽ പ്രതികളായിട്ടുള്ള ഏറ്റവും ഒടുവിലെ പാനൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതികൾ, ബോംബ് പൊട്ടി മരിച്ച കേസിനകത്തുള്ള പ്രതികൾ, കൂടെ ഉണ്ടായിരുന്ന ആസൂത്രണം നടത്തിയ ഇതിന്റെ മുഖ്യ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആണെന്ന് പിണറായി വിജയന്റെ പോലീസ് തന്നെ പറഞ്ഞ ആളുകൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ്, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരാണ് എന്ന് പാർട്ടി സെക്രട്ടറിയെ തള്ളിയിട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പത്രക്കാരോട് പറയേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് എങ്ങനെയാ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക? അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതേ ആളുകളുടെ രക്തസാക്ഷിത്വം അടുത്ത വർഷം ആചരിക്കുമോ, പിന്നീട് സ്മാരകം ഉയരുമോ എന്നുള്ള കാര്യം സനോജ് ഇത് വെറുതെ ചർച്ച ചെയ്യുന്നതല്ല. താങ്കൾ പറഞ്ഞു എന്തുകൊണ്ട് 2016 മുതൽ ചർച്ച ചെയ്തില്ല എന്ന്. ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? ആദ്യം തള്ളിപ്പറയും, പിന്നെ നെഞ്ചോട് ചേർക്കും, പിന്നെ സമൂഹത്തെ നോക്കി വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ രക്തസാക്ഷി ദിനം ആചരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരിടത്തും തെളിവില്ല. ബോംബ് നിർമ്മാണത്തിനിടെ അല്ല ഇവർ മരിച്ചത് എന്ന് ഒരിടത്തും തെളിവില്ല. അങ്ങനെ തെളിവ് ഉണ്ടാക്കേണ്ട ബാധ്യത നിങ്ങൾക്കായിരുന്നു. കാരണം നിങ്ങളാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എന്നതിന് കാരണമായിട്ട് ഒന്നാമതായി എടുത്തു പറയാവുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് ഈ 2 പേർ മരിച്ചത്. അത് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് നിങ്ങൾ പോയില്ല എന്നത് തന്നെയാണ്. പക്ഷേ ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ സനോജ് പറയുന്ന കാര്യമുണ്ട്. ബോംബുകളുടെ കണക്കെടുക്കുമ്പോൾ RSS ഒട്ടും പിന്നിലല്ല, മുന്നിൽ തന്നെയാണ് കണ്ണൂരിലെന്ന്. അപ്പോൾ ആ ബോംബ് ശേഖരം അവിടെയുണ്ട്. ആ ബോംബ് ശേഖരത്തിൽ നിന്നാണ് ഈ 2 പേരും മരിച്ചത് എന്ന് പാർട്ടി സമൂഹത്തോട് പറയുകയാണ്. മഞ്ജുഷേ, ചിലപ്പോൾ നമ്മൾ അറിയാതെ സത്യം അങ്ങ് പറഞ്ഞു. ഇപ്പം സനോജ് പറഞ്ഞത് എന്താ? ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു ബോംബ് സ്ഫോടനം നടന്നു. ഇപ്പം ഈ ഫ്ലോറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങളെ പാർട്ടി ഉപദേശിച്ച് നോക്കി, ഓ നന്നായില്ല. ഓൻ്റെ അച്ഛൻ ഉപദേശിച്ച് നോക്കി, ഓ നന്നായില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകങ്ങളിൽ വളർന്നു വന്ന ക്രിമിനലുകൾ പാർട്ടിക്കും അച്ഛനും പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്ന് രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗമുണ്ടാക്കുമ്പോൾ BJP-ക്കാരൻ സമാധാന പ്രസംഗം നടത്തുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ അത് നിസ്സാരവൽക്കരിക്കേണ്ട. ഞാൻ സമാധാന പ്രസംഗം നടത്തുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കേണ്ട ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ RSSകാരനാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദയയും RSSനോട് കാണിക്കാതെ അത് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഗൂഢാലോചന നടന്നു അദ്ദേഹം പറയുന്നു. സർ, ആദ്യ ഗൂഢാലോചന നടന്നത്, പുറത്തു വന്നത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി ഈ സംഭവം ഉണ്ടായ ഉടനെ ഡൽഹിയിൽ വെച്ച് പറഞ്ഞതാണ്. 1 കൊല്ലം വേണ്ടി വന്നു അദ്ദേഹത്തിന് കണ്ണൂരിൽ വന്നിട്ട് അത് തിരുത്തി പറയാനെന്ന് പറയുമ്പോൾ ആരാണ് സർ കോടിയേരി ബാലകൃഷ്ണനെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇനി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി, പിന്നെയും വന്ന പാർട്ടി സെക്രട്ടറിക്ക് ഇത് ബോധ്യം വന്നു. സനോജ് ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ സഖാക്കൾക്കും ബോധ്യം വന്നു. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുമുണ്ട്. സർ, എന്താണ് എൻ്റെ നെഞ്ചത്ത് കയറുന്നതിന് പകരം ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒരു പരാതി, ഈ 2 കുട്ടികളുടെ അച്ഛൻ അമ്മമാരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് പുനരന്വേഷിക്കാൻ ഒരു വെള്ളക്കടലാസിൽ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് കൊടുത്താൽ, സനോജെ, ഈ കുറേ RSSകാരെ നമുക്ക് അന്വേഷിച്ച് ജയിലിലാക്കിക്കൂടെ? പറ്റുമെങ്കിൽ അവരൊരു വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ? ഈ രാജ്യത്തെ RSS നമുക്ക് രക്ഷിച്ചുകൂടെ? ഇനി നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചാൽ മറുചോദ്യമല്ല, ഞാൻ ഒരു വ്യക്തമായ ഒരു തെളിവ് പറയാം. തലശ്ശേരിയിലെ ഫസൽ വധം, ഫസൽ ആരായിരുന്നു? പണ്ട് DYFIയും ദേശാഭിമാനിയുടെ അവിടുത്തെ എന്താ പറയുക സപ്ലയറുമായിരുന്നു. അയാൾ സംഘടന മാറി അദ്ദേഹം വേറൊരു പത്രം തുടങ്ങി. പുലർച്ചെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെടാൻ വന്നവർ കാവ്യമുണ്ടായിരുന്നു ഉടുത്തത്. അവർ ഭാരത് മാതാക്കി ജയ് ആയിരുന്നു വിളിച്ചത്. ഫസലിൻ്റെ ചോരയിൽ മുക്കിയ കൊടി, തൂവാല തൊട്ടടുത്തൊരു RSSകാരൻ്റെ വീട്ടിലായിരുന്നു എഴുതിയത്. അതൊക്കെ നിങ്ങൾ മറക്കൂ. അന്ന് വൈകുന്നേരം കാരായി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ വലിയ പ്രതിഷേധ പ്രകടനവും നടന്നു. കാരണം രാജ്യത്തെ സമാധാനം തകർക്കുന്നത് RSS ആണ്, അവരെ നിയമത്തിൽ കൊണ്ടുവരണം. പക്ഷേ പിന്നീട് ഫസലിൻ്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ മകനെ കൊല്ലാൻ ഒരിടയുമില്ല, ഒന്ന് പുനരന്വേഷിക്കണം. അന്വേഷണം ഉണ്ടായപ്പോഴെന്താണ് ഉണ്ടായത്? നിങ്ങളുടെ തലശ്ശേരിയിലെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന 2 എണ്ണം അകത്തുപോയി. ഒരാളിന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റയാൾ ഇപ്പോഴും രാത്രിയിൽ ചിലപ്പോൾ ട്രെയിനിൽ കാണാം, അദ്ദേഹം എറണാകുളത്തേക്ക് പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട്. എൻ്റെ ചോദ്യം സനോജെ, ഇതും RSSൻ്റെ തലയിലായിരുന്നില്ലേ നിങ്ങൾ കെട്ടിവെച്ചത്? അവസാനം സത്യം അന്വേഷിച്ചപ്പോൾ എവിടെ എത്തി? അതും കേരളത്തിന് പുറത്ത്. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നിങ്ങളോട് തലശ്ശേരിയിലെയും ഇതിൻ്റെയും ഒന്നും ഓൺ ചെയ്യാനോ നിങ്ങളാണ് ഞങ്ങളെക്കാൾ മെച്ചമെന്നോ ഞങ്ങൾ നിങ്ങളെക്കാൾ മെച്ചമാണെന്നോ പക്ഷെ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കും.
തലശ്ശേരിയിൽ നിങ്ങളുടെ ബോംബിന്റെയും കത്തിയുടെയും രുചി അറിയാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടോ? ഞങ്ങളായിരുന്നു കാരണക്കാരെങ്കിൽ ഈ കേസുകളിലൊക്കെ ഞങ്ങൾ പ്രതികൾ ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടാണ് തലശ്ശേരിയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലകളിൽ CPM സ്വാധീനം? ഇനി കൊലപാതകങ്ങളും അക്രമികളും ഞങ്ങളാണെന്ന് വാദത്തിനു വേണ്ടി സംവദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇതിനേക്കാൾ ശക്തിയുള്ള RSSലെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലവും ഉണ്ടല്ലോ. അവിടെ ഒന്നും എന്താ ഇത്തരത്തിലുള്ള സംഘർഷം നടക്കാത്തത്? നിങ്ങൾ ബംഗാൾ ഭരിച്ചപ്പോൾ ബംഗാളിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നല്ലോ. അന്ന് അതുമാത്രമല്ല, അന്ന് ബംഗാളിലേക്ക് പോയപ്പോൾ അന്ന് ബംഗാൾ നിങ്ങളുടെ കൂടെ തീപ്പൊരിയായിരുന്ന അത്ഭുതക്കുട്ടി. പിന്നീട് അദ്ദേഹം നമ്മുടെ കൂടെ വന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് മനുഷ്യനെ ശാസ്ത്രീയമായി ഇരുചരി അറിയാതെ കൊല്ലുന്നത് എന്ന് പഠിപ്പിക്കാൻ വന്ന ആളുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. വാദത്തിനു വേണ്ടി നമുക്കതൊക്കെ തട്ടിക്കളയാം. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്, അണികളെ ആവേശം കൊള്ളിക്കാൻ കുറേ മുദ്രാവാക്യം, മാനസികമായി തകർത്താൻ സൈബർ പോരാളികൾ, ശാരീരികമായി ആക്രമിക്കാൻ ബോംബും കത്തിയും ഭീകരതയും, അതിന് കൂട്ടുനിൽക്കാൻ കുറെ പോലീസ് സേനയും, ഇതല്ലേ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നില്ല. ജയേന്ദ്രൻ ചോദിച്ച ഒരു കാര്യം, അതാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. RSSകാരാണ് പ്രതികളെങ്കിൽ അവരെ നിയമത്തിന് കൊണ്ടുവരാൻ കിട്ടിയ സുവർണ അവസരമായിരുന്നു കഴിഞ്ഞ 8 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം. എന്തുകൊണ്ടാണ് ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത്? കോൺഗ്രസുകാർ അതിനെ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കും. അത് ഷമാസ് ഇവിടെ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉന്നയിക്കാമല്ലോ, RSSനെ സഹായിക്കുകയാണ് CPM ചെയ്തതെന്ന്. RSS ചോദിക്കും, BJP ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ചകത്തിടാത്തത്? ഈ 2 പേർ ബോംബ് പൊട്ടി മരിച്ചതിൽ ഉത്തരവാദി RSS ആയിരുന്നുവെങ്കിലെന്ന് ഉത്തരവില്ലല്ലോ നിങ്ങൾക്ക്. മഞ്ജുഷേ, ഈ 2024 നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സാഹചര്യത്തെ മാത്രം മുൻനിർത്തി ചർച്ച ചെയ്താൽ പോരാ, ഒരുപാട് കാലം പിന്നോട്ട് പോകേണ്ടി വരും. ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി RSSും BJPയും നടത്തിയിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത നീക്കങ്ങൾ, അപ്പം അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത്തരം നീക്കങ്ങളെ ജീവൻ കൊടുത്ത് പ്രതിരോധിച്ച അനുഭവമാണ് ഈ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത്. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്, എനിക്കറിയാം നമ്മുടെ എല്ലാം ഗ്രാമങ്ങളിൽ RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ എത്രമാത്രം വിഷലിപ്തമാണ് എന്ന്. ഇപ്പോൾ ഇവിടെ കാനായിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഫസൽ വധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഫസൽ വധത്തിലെ പ്രതി ആരാണ്? ഫസൽ വധത്തിൽ പ്രതിയേർക്കപ്പെട്ട് പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. ഫസൽ വധത്തിൽ പ്രതിയേർക്കപ്പെട്ടിട്ട് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും എത്രയോ വർഷം നാട് കടത്തപ്പെടുന്ന അനുഭവം ഉണ്ടായി. ആ നാട് കടത്തപ്പെടുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുണ്ടായത്. ഈ സംഭവത്തിലെ വെളിപ്പെടുത്തലുണ്ടായത് വാളാങ്കിച്ചാൽ മോഹനൻ എന്ന് പറയുന്ന പാതിരിയാട് മുണ്ടമട്ടയിലെ ഒരു സഖാവിനെ കള്ള് ഷാപ്പിൽ വെച്ച് അതിക്രൂരമായി ഈ RSSന്റെ ക്രിമിനൽ സംഘം കൊലപ്പെടുത്തി. ആ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുപ്പി സുബീഷ് എന്ന് പറയുന്ന RSSന്റെ കൊടും ക്രിമിനൽ പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തി. അങ്ങനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഫസൽ വധത്തിന്റെ സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യവും കുപ്പി സുബീഷ് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തൽ അന്നത്തെ കണ്ണൂർ SP CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചെങ്കിലും CBIയിൽ ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ട് BJP ഗവൺമെന്റ് അതിനകത്ത് തുടർ അന്വേഷണം നടത്തുന്ന നിലയുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സത്യം തെളിയിക്കപ്പെടും. അതുകൊണ്ട് ജയേന്ദ്രമാഷ് ആ കാര്യത്തിനകത്ത് ഒരു വിഷമവും ധരിക്കേണ്ടതില്ല. ഫസലിനെ കൊന്നത് ആരാണ് എന്ന് കൃത്യമായും തെളിയിക്കപ്പെടും. അതുകൊണ്ട് കാരായി സഹോദരന്മാരെ ഇപ്പൊ അന്തിമ വിധി കോടതി നടത്തിയിട്ട് ഇപ്പൊ ജയിലിലൊന്നല്ല അവരുള്ളത്. ആ സംഭവത്തിൽ അവർ പ്രതിയേർക്കപ്പെട്ടു. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ് എന്ന്, ആ കൊലയുടെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് എന്ന്, കൊല നടത്തിയത് ആരാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ ഇപ്പൊ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ശരിയാണ് സരോജ്. പക്ഷേ ഇക്കാര്യത്തിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ സഖാക്കൾ കൊല്ലപ്പെടുമ്പോൾ അവരെ വീരപരിവേഷം നൽകി ആദരിക്കുന്നത് അത് പതിവായി വരികയാണ്. ബോംബ് നിർമ്മാണത്തിനിടയിൽ അല്ല അവർ കൊല്ലപ്പെട്ടത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ചമച്ചുകൊണ്ട്. പക്ഷെ മറിച്ച് അതല്ലാതെയാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന കാര്യം തെളിയിക്കാനും പറ്റിയിട്ടില്ല. അത് നിങ്ങൾ തെളിയിക്കാനായിട്ട് മെനക്കെടാറുമില്ല. അത് ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഇതങ്ങ് സമ്മതിക്കൂ, എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ബോംബുണ്ടാക്കൽ നടത്തുന്നുണ്ട്, അതൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ്. ഏരിയ കമ്മിറ്റി ഇതിന്റെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷെ അന്നത്തെ UDFന്റെ ഗവൺമെന്റ്
അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ അത് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള താല്പര്യവും പിന്നീട് ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് സനോജിനോട് ചോദിക്കുകയാണ്, ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുന്നു സനോജ്? അതെങ്കിലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് അറിയാമോ? എന്താണ് സംഭവിച്ചത് പോലീസ് അന്വേഷണത്തിലെന്ന്? അതിന്റെ അന്വേഷണ ഘട്ടം എവിടെ? കോടതിയിലെ നടപടി എവിടെ എന്നുള്ള കാര്യം വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസും RSSും കോൺഗ്രസ് ഗവൺമെന്റും ആ ഘട്ടത്തിൽ ശ്രമിച്ചത് ഇത് CPIMന്റെ ആളുകളിൽ നിന്നും ബോംബ് നിർമ്മാണ ഘട്ടത്തിൽ പൊട്ടി എന്ന് പ്രചരിപ്പിക്കാനാണ്. ആ പ്രചരണത്തെ ബലപ്പെടുത്തുന്ന, ആ കാര്യത്തെ ബലപ്പെടുത്തുന്ന നിലയിലാണ് FIRും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം ശരിയായ നിലയിൽ നടന്നിട്ടില്ല. CPIMന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ആ സംഭവം നടന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ അതിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ സഖാക്കളെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ആ സഖാക്കളുടെ മൃതദേഹം ഏറ്റുവാങ്ങുകയും എല്ലാ വർഷവും അനുസ്മരണം നടത്തുകയും തൊട്ട് പിറ്റത്തെ കൊല്ലം തന്നെ അവിടെ രക്തസാക്ഷി സ്മാരക സ്തൂപം ഉണ്ടാക്കുകയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട് അനുസ്മരണ യോഗങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ 2015 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 2024 ആ സഖാക്കൾക്ക് വേണ്ടി അവിടെ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ പ്രത്യേക ചില താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ ചർച്ചയിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, താല്പര്യം ഇത് തന്നെയാണ്. ഇത് വീണ്ടും നടക്കുന്നത് കൊണ്ടാണ്. ബോംബ് നിർമ്മാണത്തിൽ സഖാവ് കൊല്ലപ്പെടുന്ന സംഭവം പാനൂരിൽ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ 2015 കൊല്ലപ്പെട്ടവർക്ക് സ്മാരകമുയരുന്നു. ഈ പാനൂരിൽ കൊല്ലപ്പെട്ടവരെ പാർട്ടി തള്ളിപ്പറയുന്നുണ്ട്. 2015 തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അന്വേഷണമൊന്നും ഇക്കാര്യത്തിൽ നടത്തുന്നതേയില്ല. അപ്പോൾ സംശയങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് വീരപരിവേഷം നൽകി ആദരിക്കുന്ന രീതി CPM പിന്തുടരുന്നു. അത് പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല. ഈ ഒരു സന്ദേശം എന്തുകൊണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് പാർട്ടിക്ക് കഴിയുന്നില്ല? രണ്ടുപേരെയും തള്ളി പറഞ്ഞിട്ടില്ല. 2015 സംഭവം തള്ളി പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് കോടിയേരി പറഞ്ഞിരുന്നു. സംഭവം അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങിക്കാനോ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനോ പാർട്ടി മുൻകൈ എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? ഈ സമീപകാലത്ത് നടന്ന സംഭവത്തിൽ എന്തെങ്കിലും പാർട്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അല്ല, പാനൂരിൽ ഉണ്ടായിട്ടില്ല. സമീപകാലത്തെ ഉണ്ടായിട്ടില്ല. ഞാൻ 2015 പറഞ്ഞു. പക്ഷെ സമീപകാലത്തും അവരുടെ വീടുകളിൽ പോവുകയും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അത് പിന്നീട് അതൊരു രക്തസാക്ഷിത്വ ദിനാചരണമായി മാറുമോ എന്നുള്ള സംശയവുമുണ്ട്. മഞ്ജുഷ, ആര് പോയി എന്നാ പറയുന്നത്? ആ പ്രദേശത്തെ ഒരു പ്രാദേശിക പാർട്ടി നേതാവാണ് പോയത്. 2015 സംഭവത്തിൽ അങ്ങനെയല്ല. ആ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഏറ്റുവാങ്ങാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു, അവരുടെ നാട്ടിൽ ചെറ്റക്കണ്ടിയിൽ AKG നഗറിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു, ചെമ്പതാക പുതച്ചിരുന്നു, അനുസ്മരണ യോഗങ്ങൾ നടത്തിയിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ഈ സമീപകാലത്തെ അനുഭവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരി, നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല ഇതുവരെ. ഈ 2015 ഈ സംഭവം, അതിന്റെ അന്വേഷണം അവസാനിച്ചിട്ടും അല്ലെങ്കിൽ UDF സർക്കാർ ഒരന്വേഷണവും നടത്താതിരുന്നിട്ടും എന്തുകൊണ്ടാണ് അതിന്മേൽ അന്വേഷണം വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചത് എന്നുള്ള കാര്യമാണ്. RSSകാരെ എന്താണ്, പാർട്ടിക്ക് അത്രമാത്രം സ്നേഹമാണോ എന്നുള്ള ചോദ്യം വരുമല്ലോ. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇത് പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യം പാർട്ടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. അല്ല, അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മഞ്ജുഷ്. തുടക്കം മുതൽ ഈ ചർച്ചയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ശ്രീ VK സനോജ് ഇവിടെ പറഞ്ഞല്ലോ, ഇത് ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു, UDF ഭരണകാലത്താണെന്നൊക്കെ. പാനൂർ ഏരിയ കമ്മിറ്റി ഇറക്കിയ ഒരു പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഒരു വർഷക്കാലം പിന്നീട് ഈ സംഭവം നടന്ന ഒരു വർഷക്കാലം UDF ഭരിച്ചല്ലോ. ആ ഒരു വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല, DYFIക്കാർ അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെട്ട രണ്ട് സഹപ്രവർത്തകർ, ഈ പറഞ്ഞ പോലെ VK സനോജ് ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, അന്നത്തെ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MV ജയരാജൻ, TB രാജേഷ് ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം ആ രക്തസാക്ഷികളുടെ ഇവരുടെ വാദം അംഗീകരിച്ചാൽ അവരുടെ കൊലപാതകത്തിൽ ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുന്നില്ല. ഈ പറഞ്ഞത് ഇപ്പൊ ഇവരുന്നയിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് അക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതെന്ന് കാണിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്, പ്രകടനമോ പ്രതിഷേധമോ പോലീസ് സ്റ്റേഷൻ മാർച്ചോ എല്ലാം പോകട്ടെ,
ഒരു പത്രപ്രസ്താവന കൊടുത്തത് VK സനോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി കഴിയുമോ? ഇതിപ്പോ അവസാനം പ്രതിക്കൂട്ടിലാകുമ്പം നിരത്തുന്ന ക്യാപ്സ്യൂളിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ഇത് കാണുന്ന ജനങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകും. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇവരിപ്പോ പറഞ്ഞല്ലോ ഞങ്ങൾ മുമ്പ് അങ്ങനെയൊക്കെ സംരക്ഷിച്ചിരുന്നു, ഇപ്പൊ കഴിഞ്ഞ കാലത്തുള്ള വിഷയത്തിലൊന്നും പാർട്ടി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന്. ഈ 2024 ഏപ്രിൽ മാസം 5-ാം തീയതി പാനൂരിൽ നടന്ന ഇതേപോലെ സമാനമായ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സംഭവം, ഷെറിൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരൻ പാർട്ടി പ്രവർത്തനൊക്കെ കൊല്ലപ്പെട്ട സംഭവം, ആ സംഭവത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്, മറ്റേയാൾ ഇപ്പൊ ജീവനോടുണ്ടോ അല്ലാതെ ഉണ്ടോ എന്ന് പോലും ആളുകൾക്ക് അറിയില്ല, എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത്രത്തോളം ദുരൂഹമാണ് ഇവരുടെ എല്ലാ നീക്കങ്ങളും. ആ വിഷയത്തിൽ അന്നത്തെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ 273/2024 FIR നമ്പറിൽ വളരെ കൃത്യമായി പറയുന്നു, 5/4/2024 30 മണിയോടുകൂടി പുത്തൂർ അംശം മുളിയാടത്തുള്ള വിനീഷ് നായരുടെ വീടിന് മുൻവശത്തുള്ള നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ടെറസിൽ വെച്ച് 1-2 പ്രതികൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ജീവൻ അപായപ്പെടുന്നതിനോ വസ്തുക്കൾക്ക് നാശം ഉണ്ടാക്കുന്നതിനോ വേണ്ടി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം നടന്ന് ഗുരുതരമായി പരിക്ക് പറ്റിയെന്നും മറ്റും. ഇത് അടുത്ത വർഷങ്ങൾ, ഇനിയിപ്പോ അടുത്ത വർഷങ്ങൾ ഇവരുടെയൊക്കെ ഈ ഷെറിന്റെയൊക്കെ രക്തസാക്ഷി ദിനം വരുമ്പോ VK സനോജിനെ ന്യായീകരിച്ച് രംഗത്ത് വരേണ്ടി വരും. അതൊന്ന് ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കുന്ന നന്നായിരിക്കും മഞ്ജുഷ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ ഉൾപ്പെടെ ഈ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ വീട്ടിൽ പോവുകയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. കൂത്തുപറമ്പിലെ LDFന്റെ MLA KP മോഹൻ ഉൾപ്പെടെ ആ വീട്ടിൽ പോയി. ഇതെല്ലാം ചെയ്തിട്ട് ഇവർ പറയാണ് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്ന്. അതിന്റെ കൂട്ടുപ്രതികളായി ഈ ബോംബ് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ചുക്കാൻ പിടിച്ച അതിന്റെ ആസൂത്രകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരുന്നു. കുന്നോത്തർമ്മ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രതിയായ ഷിജില്, അമൽ ബാബു, അതുൽ, സായുജ് ഇവരെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാം. ഇതെല്ലാം പറഞ്ഞ് ഞാനല്ല, VK സനോജ് തന്നെ പത്രക്കാരോട് പറഞ്ഞ കാര്യമുണ്ട്. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും ഇവരിങ്ങനെ പറയുകയാണ് എന്താണ്, ഇതൊക്കെ രാഷ്ട്രീയ അജണ്ടയുടെ ഫലമാണ്, കുപ്രചരണത്തിന്റെ ഭാഗമാണ്, ഗൂഢാലോചനയുടെ ഫലമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യാപ്സ്യൂൾ ഇറക്കി നാണം കെടുന്ന നിലയിലേക്ക് പോകാതെ കുറഞ്ഞ പക്ഷം ഈ നടക്കുന്നത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്, അതിനെ തള്ളിപ്പറയാനുള്ള മനസ്സെങ്കിലും VK സനോജിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ഈ ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പാർട്ടി നേതാക്കന്മാർ ഈ പറഞ്ഞ കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ന്യായീകരിച്ച് പോകുന്നത് ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ നിലനിൽപ്പിന് ഉപകാരപ്പെട്ടാലും നാളുകളിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു പാരയാകുന്ന സാഹചര്യം വരും. ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് BJP-യുമായിട്ട്. V ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായ കതിരൂർ മനോജ് വധക്കേസ് ഉൾപ്പെടെ CPM-ഉം BJP-യുടെ ധാരണയുടെ അടിസ്ഥാനത്തിലെ CBI അന്വേഷണം നടച്ചത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മഞ്ജുഷ് മെയ് 13-ാം തീയതി ഈ കണ്ണൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാവോട് പരിയാരത്ത് ഇതുപോലെ 2-3 ബോംബങ്ങ് പൊട്ടി. പോലീസ് നിൽക്കുകയാണ്. സംഘർഷബാധിത പ്രദേശത്ത് CPM-ന്റെ ഒരു പാർട്ടി കേന്ദ്രത്തിൽ കാവലായിട്ട് പോലീസ് നിൽക്കുന്നു. ആ പാർട്ടി BJP-യുടെ പാർട്ടി കേന്ദ്രത്തിൽ കാവലായി പോലീസ് നിൽക്കുന്നു. ഇവിടെ എല്ലാ പോലീസ് സംവിധാനവും നിൽക്കെ തന്നെ പോലീസിന്റെ കൺമുമ്പിൽ മീറ്ററുകൾ അപ്പുറത്ത് ബോംബുകൾ പൊട്ടുകയാണ്. അവിടെയും ഒരു അന്വേഷണവും ഇല്ല, ഒരു തരത്തിലുള്ള പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. അവസാനം പോലീസ് ചെയ്തെന്തെന്നറിയോ, CPM നേതാക്കൾക്കും BJP നേതാക്കൾക്കും ഒരുമിച്ചിരുന്ന് സന്ധി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു അവസരം ഉണ്ടായി കൊടുത്തു. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കുള്ള വേദിയായിട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറി എന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിവരിങ്ങനെ കാലാകാലം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും വന്ന് പരസ്പരം കൊന്നതിന്റെയും വെട്ടിയതിന്റെയും കൊലപ്പെടുത്തിയതിന്റെയും ബോംബ് ഉണ്ടാക്കിയതിന്റെയും കണക്ക് പറഞ്ഞ് വീരസ്യം പറഞ്ഞ് നടക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ സമാധാനം നിലനിർത്താൻ, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ, ഇവിടുത്തെ ക്രമസമാധാനം നിലനിന്ന് പോകാൻ ഒരു നടപടിയും CPM-ന്റെയോ ഇവിടെ വാദങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്ന BJP-യുടെയോ RSS-ന്റെയോ ഒന്നും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ദയനീയമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ. ശ്രീ TP ജയചന്ദ്രൻ, ഇത് ഈ ആ സമയത്ത് തന്നെ ഇതിനൊരു വ്യക്തത വരുത്തണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ RSS-ന്റെ മേൽ ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ അതിൽ നിന്ന് RSS-കാർക്ക് വിടുതൽ കിട്ടണമെന്ന ചിന്ത പോലും അവിടെ ഉണ്ടായില്ല. CPM-കാർ കാലാകാലങ്ങളിലായിട്ട് ഇവരെ രക്തസാക്ഷികളായിട്ട് പരിഗണിച്ചു വന്നിരുന്നത് RSS-നെതിരെയാണ്. RSS-കാരാൽ കൊല്ലപ്പെട്ടവർ എന്ന രീതിയിലാണ്. അവിടെ ഒരു എതിർപ്പും RSS-നും ഉണ്ടായില്ലല്ലോ. അവിടെയാണ് ഈ പരസ്പരമുള്ള ബന്ധം പറയുന്നത് ഷമാസ് ഇവിടെ ആരോപിക്കുന്നത്. അല്ല, ഷമാസിന്റെ ആരോപണം ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചതായിരുന്നു മഞ്ജുഷേ. ഇപ്പം അദ്ദേഹം സംസാരിക്കുന്ന മൊമെന്റിൽ കേരളത്തിലെ പൊതുരംഗത്ത് ചർച്ച എന്താണെന്ന് ഷമീസിന് അറിയോ? ജോർജ് മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തുറന്നുവിട്ട ഭൂതം, അതിനെ കൂട്ടിലടയ്ക്കാൻ നിങ്ങളുടെ തിരുവഞ്ചൂർ ഉൾപ്പെടെ
അന്ന് ഇടതുപക്ഷത്തിലും ഇന്ന് നിങ്ങളുടെയും കൂടെ വന്ന മറ്റൊരു നേതാവടക്കം ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കാലഘട്ടത്തിലാണ്. 2004 മുതൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പിനെ കുറിച്ച് ഞാൻ പറയണോ? വെറും ആരോപണമല്ല. സി ദിവാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ്, ടി.പി. ചന്ദ്രശേഖരൻ വധോ, തിരുവഞ്ചൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റോട് ചോദിക്കേ, അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോഴും ഒരു ഫോൺ കോൾ വന്നതും അതിന്റെ അന്വേഷണം മാത്രം ഇങ്ങനെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം മുതൽ ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ കതിരൂർ മനോജിന്റെ കൊലപാതകം വരെയുള്ള പല കണക്കുകളും നിങ്ങളിങ്ങനെ സെറ്റിൽമെന്റ് നടത്തിയതിന്റെ കണക്കെടുക്കാനാണെങ്കിൽ നിങ്ങളിങ്ങനെ BJP CPM നടത്തിയ രാഷ്ട്രീയ അന്തർധാരയുടെയും ഒത്തുതീർപ്പ് കച്ചവടത്തിന്റെയും കണക്ക് വേണമെങ്കിൽ എടുത്ത് നിരത്തി തരാന്നേ. അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. അതിനിടയിൽ ഈ കണക്ക് പറയരുത് ദയവായി. നിങ്ങൾ എന്റെ അവസരത്തിൽ കയറി ഇടപെടരുത്. മുഹമ്മദേ, എന്റെ അവസരത്തിൽ കയറി ഇടപെടരുത്. നിങ്ങൾ ഇതുവരെ വിവരക്കേട് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. എന്റെ അവസരത്തിൽ എന്റെ കൈവശമുള്ള രേഖകൾ വെച്ച് സമർത്ഥിക്കാമെന്നത് കൊണ്ടാ. ഒന്നും കൂടി ഞാൻ മര്യാദ കാണിക്കും. മര്യാദ കാണിക്കും. ചീമേനിൽ 5 സഖാക്കളെ വെട്ടിക്കൊന്ന കഥ നിങ്ങൾക്കറിയോ? ചീമേനിൽ 5 കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ സനോജിന് അറിയേണ്ടാവില്ല. മോഹമ്മദേ ബഹളം വെക്കല്ല. ചർച്ചയ്ക്ക് കേട്ട് എഴുതി വെച്ച് മറുപടി പറ. അതല്ലേ ഒരു ചർച്ചയിൽ മര്യാദ? എന്നെ മിണ്ടാൻ സമ്മതിക്കാതെ എന്റെ വായെ കയറിയിട്ട് വെടിവെക്കല, എന്റെ വായെ കിടന്ന് നാവിട്ടടയ്ക്കലല്ല. ചീമേനി കൊലപാതകത്തിലെ പ്രതികൾ ആരായിരുന്നു? ഉത്തരം പറയുമോ? കണ്ണൂരിലെ സുധാകരൻ ആരാണ്? സുധാകരൻ മാർക്സിസ്റ്റ് ആക്രമണത്തിലെ എത്ര കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? അദ്ദേഹം ഒരു കാലഘട്ടം നിങ്ങൾക്ക് ആവേശമായിരുന്നില്ലേ? അതുകൊണ്ട് സമാധാനവും അക്രമവും ഒന്നും ചിലരുടെ വെച്ചിട്ട് ഇവിടെ വന്ന് മുഹമ്മദ് ഈ അങ്ങനെ ആളാവുമൊന്നും വേണ്ട. ഞാൻ പറയാത്തതല്ല. ഇപ്പൊ ജോർജ് മുണ്ടക്കയം പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? എന്തേ അതിനെക്കുറിച്ചൊരു ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമായിട്ട് പറയാത്തത്? അപ്പോൾ ഒത്തുതീർപ്പിനെ കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട. മാത്രവുമല്ല, നിങ്ങൾ ഒരു മുന്നണിയല്ല തള്ളി പറയുമോ? നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ നിങ്ങൾ രണ്ടുപേരും? CPM-നെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ യെച്ചൂരി കേൾക്കില്ലേ? യെച്ചൂരി എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നണി നേതാവിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകുമോ? ഇനി അതല്ല, ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദേ, അല്ല നമ്മൾ ഉമ്മൻചാണ്ടിയുള്ള കാലഘട്ടത്തിലല്ല സംഭവം നടന്നത്. എന്തേ ഞങ്ങളെ പിടിച്ച് അകത്തിടാഞ്ഞു? അതുകൊണ്ട് തരാതരം പോലെ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറയരുത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. കേരളം BJP ഇന്നേ വരെ ഭരിച്ചിട്ടില്ല. കേരളത്തിലെ ക്രമസമാധാനത്തിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല. നിങ്ങൾ ഇരുകൂട്ടരുമാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. ഈ കൈകാര്യം ചെയ്ത കാലഘട്ടത്തിൽ ഒന്നും ഒരു നീതിയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അനീതിയുടെ പക്ഷത്തു നിന്ന് പോലും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എതിരായിട്ട് പ്രതികളെ കണ്ടുപിടിക്കാനോ കുറ്റപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ ഭാഗത്ത് തീർക്കേണ്ട ഭാഗത്ത് തീർത്തിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലഘട്ടം നിരക്കാത്തതായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് സംസാരിക്കാനും കേരളത്തിൽ ഇത്തരം ഒരു ഘട്ടം മുന്നോട്ട് പോകരുതെന്ന് പറയാനും ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിന് മുൻകൈയ്യെടുക്കുന്നതിലും ഒരു അമാന്തവും കാണിച്ചിട്ടില്ല. അതിൽ ചിലർക്കൊക്കെ വിഷമമുണ്ടാകും. കാരണം ചിലർക്കൊക്കെ ഇത് നടക്കേണ്ടത് ആവശ്യമായിട്ടുണ്ടാകാം. ഞാനിപ്പോഴും ഒരു രക്തസാക്ഷിയെയും കുറിച്ചോ അവമതിക്കാനോ ഞാനില്ല. പക്ഷെ ഇത് രക്തസാക്ഷിത്വമാണെങ്കിൽ, പ്രതികൾ RSS ആണെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ ഒരു ഉത്തരവില്ല. ഇപ്പോഴും സമയമുണ്ട്. ഞാൻ എൻ്റെ CPM പ്രതിയോട് പറയുന്നു, ആ പിതാക്കന്മാരോട് ആരെങ്കിലും ഒരാളോട് ഒരു പരാതി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയച്ച് ആ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ അത് ഇനിയും സമയമില്ലേ? പകരം ഇതുണ്ടാകുന്നത് എന്താണ്? സ്വന്തം പാർട്ടി നേതാവിനെ വെട്ടിക്കൊല്ലുമ്പോൾ മാഷാ അല്ലാഹ് ബോർഡ് വെച്ചവർ, സ്വന്തം പ്രതിക്കൂട്ട് നിൽക്കുന്നവരെ മറ്റുള്ളവരെയും അതിക്രമിച്ച് ആസൂത്രണം നടത്തി കൊലപാതകം നടത്തുന്നവർ. ഇനി രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഞാനൊരു കച്ചവടമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൊന്തു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, സർ, ധനരാജ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള അങ്ങ് പയ്യന്നൂരിലെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മറുപടി പറയേണ്ട സമയം കൊടുക്കേണ്ടി വരും. സമയമില്ല, അതുകൊണ്ടാണ് നിർത്തുന്നത്. എന്തായാലും
ഈ കാര്യത്തിൽ ടി പി ശരി, ജയചന്ദ്രൻ പറഞ്ഞ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കാര്യമുണ്ട്. കിടക്കുന്നില്ല. RSSകാരാണ് ഈ രണ്ടുപേരുടെ മഞ്ജുഷേ, കൊലപാതകത്തിന് പിന്നിലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ മഞ്ജുഷ, ഒരു നിലവിൽ മിനിറ്റ് അവസാനിപ്പിക്കരുത്. ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ഈ രണ്ട് സഖാക്കളും കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് വിവരമുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോയിട്ടുമില്ല. അപ്പോൾ അവരുടെ രക്തസാക്ഷിത്വം ആചരിക്കുന്നതും അവർക്ക് വേണ്ടി സ്മാരകം ഉയർത്തുന്നതും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന കാര്യം CPM ആലോചിച്ചാൽ മതി. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. CPM സ്മാരകം ബോംബ് നിർമ്മാണത്തിനുള്ള ലൈസൻസോ എന്നായിരുന്നു ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം. അതേ എന്ന് 89% പ്രേക്ഷകർ, അല്ല എന്ന് 9% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Berger Dam Stop